പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ഹ്രസ്വകാല ശുപാർശകൾക്കൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. മന്ത്രിതല ചർച്ചയ്ക്കായി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുന്നതായിരിക്കും. പാലക്കാട് നിന്നും ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടൊപ്പം ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ ചില നടപടികൾ നടക്കുന്നുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? അതായത് രണ്ട് തരം ശുപാർശകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഒന്ന് ഈ അടുത്ത കാലത്തായി പെട്ടെന്ന് നടപ്പാക്കേണ്ടത്, മറ്റൊന്ന് ദീർഘകാലത്തേക്ക് ഇവിടെ അപകടങ്ങൾ ഇല്ലാതെയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. ഈ ഹ്രസ്വകാല നടപടികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് റോഡ് ഘർഷണമുള്ളതാക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഡിവൈഡറുകൾ, താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നത് കണ്ടു. ഇനി ഓട്ടോ സ്റ്റാൻഡ്, വലതുവശത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇടതുവശത്തേക്ക് മാറ്റും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഹ്രസ്വകാലയളവിൽ നടത്തുന്നുണ്ട്. അത് ഏകദേശം പൂർത്തിയാകാറായി. അതോടൊപ്പം തന്നെ ദീർഘകാലയളവിലുള്ള ചില മാറ്റങ്ങളും സമിതി നിർദ്ദേശിക്കുന്നുണ്ട്. അതിനായി ദുബായ് കുന്ന് ഇടിക്കണം. ഇവിടെയുള്ള മണ്ണ് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് മാറ്റണം. അങ്ങനെ അതൊരു നിരപ്പാക്കണം. ആ വളവ്, അവിടെയുള്ള വളവ് നികത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഘർഷണം ഉണ്ടാകുന്ന രീതിയിൽ റീടാറിംഗ് ചെയ്യണം. ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ശാശ്വതമായി അവിടെ ഒരു അപകടം ഇല്ലാതെയാക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്തൂ. അതിനുവേണ്ടി ഒരു വിദഗ്ധ സമിതിയെ തന്നെ നിയമിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ഈ ഒരു നിർമ്മാണം, പുനർക്രമീകരണം നടത്തുന്നതുവരെ ആ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം കൂടുതൽ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വിദഗ്ധമായിട്ടുള്ള പല അഭിപ്രായങ്ങളും ഈ റിപ്പോർട്ടിൽ നൽകുന്നുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനു മുൻപും ഇത് സംബന്ധിച്ച ഒരുപാട് പ്രപ്പോസലുകൾ സർക്കാരിന് മുന്നിലേക്ക് പോയിട്ടുണ്ട്. IIT അടക്കം മോട്ടോർ